ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ വെല്ലിച്ചൻ്റെ മകളായ രമ്യ ചേച്ചിയുടെ ഒരു ഫ്ലാറ്റിലുള്ള ഒരു സ്മോൾ സ്പേസ് ഗാർഡൻ അറേഞ്ച്മെൻ്റ് ആണ്. ബാംഗ്ലൂരാണ് സ്ഥലം. അപ്പോൾ ഞാൻ 2 years ബാക്കാണ് അവിടെ പോയിട്ടുള്ളത്. ഇപ്പോൾ കൊറോണ ആയതിനു ശേഷം കുറേ ഞാൻ ഒരുപാട് പ്രാവശ്യമായി പോകണം വിചാരിക്കുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ ചില്ലറ ആളൊന്നുമല്ല കേട്ടോ, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് രമ്യ ചേച്ചി, അല്ലെങ്കിൽ ഞാൻ ദീദി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം എല്ലാ കാര്യത്തിലും, അതായത് ഒരു പ്രോഗ്രാം അറേഞ്ച്മെൻ്റ് ആയാലും കോർഡിനേഷൻ ആയാലും എല്ലാത്തിനും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുണ്ട്. സ്റ്റിച്ച് ചെയ്യും, പെയിൻറ്റ് ചെയ്യും, ഇതുപോലെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാ ഒരു പോസിറ്റീവ് വൈബാണ് ചേച്ചിയുടെ അടുത്ത് എനിക്ക് എപ്പോഴും. പിന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ചെറുതായിട്ട് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിങ്ങളുടെ അയച്ചു തന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. ഏതായാലും ഇനി ഞാൻ അവിടെ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇത് ജസ്റ്റ് ഒരു സ്മോൾ അറേഞ്ച്മെൻ്റ് ആണ്, അതായത് എത്ര കുഞ്ഞ് സ്പേസ് ഉണ്ടെങ്കിലും നമുക്കത് മനോഹരമായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം ദീദിയുടെ ഹസ്ബൻഡിൻ്റെ പേര് രാജീവേട്ടനാണ് കേട്ടോ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്ത് തരുന്നത്. പിന്നെ ദീദിക്കൊരു മകനുണ്ട് കാർത്തിക്. ദീദി വർക്ക് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരിൽ തന്നെ വേദിക് ലോർ പ്രീ സ്കൂളിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് കം ഡ്രോയിങ് ഏരിയ. ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റ് വാളിൽ ഈ ഒരു ഗ്രീൻ മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല നല്ല വൈറ്റ് പോട്ട്സിലായിട്ട് മോസ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഗോൾഡൻ പോത്തോസും അതുപോലെ തന്നെ നിയോണും ഇങ്ങനെയുള്ള മണി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഇങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും അതന്നെ ഒരു ഭയങ്കര എലഗൻ്റാണ്. ഒരുപാട് കുത്തി നിറച്ച് വെക്കാതെ വേണ്ടത് സ്ഥലത്ത് മാത്രം വെച്ചിട്ട്. പിന്നെ ദീദി ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ് നമുക്ക് ആ വാളിൽ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഒരു പാസേജ് ആണ്, അതായത് നമ്മുടെ ആ ബാൽക്കണിയിലേക്ക് പോകുന്ന ഒരു പാസേജാണ്. അവിടെയും ചെറിയ പോട്ടിൽ വൈറ്റ് പോട്ട്സിൽ സ്നേക്ക് പ്ലാന്റ്, അതുപോലെ തന്നെ ഡിഫൻബാഷിയ, ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഗോമ വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും അരീക്ക പാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫിഡിൽ ലീഫ് ഫിഗ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഈ ടാങ്കിൾഡ് ഹാർട്ട്സ് ഇങ്ങനെ ഒരുപാട് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ ഈ ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ്. അവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ്, അതായത് വായിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു ഏരിയ ആണ് അല്ലേ ശരിക്കും. ഇങ്ങനൊരു നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു കോർണർ. പിന്നെ ഇതിൽ കണ്ടോ ഈ ഒരു ഗ്രിൽസിൻ്റെ മേലെ മുഴുവൻ ഈ ടാങ്കിൾഡ് ഹാർട്ട്സ് ഏകദേശം 8 years ഒക്കെ ആയി എന്ന രീതി പറയുന്നത്. അത്രയും കാലം ഒരു കേടും പറ്റിയിട്ടില്ല. പിന്നെ നിറയെ പോട്ട്സ്, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പോട്ട്സിൽ ഇഷ്ടംപോലെ ചെടികൾ, വളരെ കുഞ്ഞു സെക്യുലൻസ്, പിന്നെ സിങ്കോണിയം വെറൈറ്റി, പിന്നെ അതുപോലെ തന്നെ ക്രിപ്റ്റാന്തസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെടി, അങ്ങനെയുള്ള ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ. ലീക്കൊന്നും വരില്ല. ഇനി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടയ്ക്കുക ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാ പോട്ട്സിനും ഹോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ഭംഗിയിൽ വളരെ നീറ്റായിട്ട് ആ ഒരു വിൻഡോസിലിൻ്റെ മേലെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വെച്ചിരിക്കുന്നത്. അതായത് ഡ്രെയിൻ മാറ്റ് പോലത്തെ ടെർഫ് ഗ്രാസ് ഇല്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ നമുക്ക് എഗ്ലോണിമ, സിൽവർ എഗ്ലോണിമ, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്ലോണിമ, സീസി പ്ലാന്റ്, സിങ്കോണിയം ഒക്കെ നല്ല നീറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോൺസായി പോട്ട് കാണാൻ പറ്റും. അതിൽ ബുദ്ധയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുള്ളാണ്. എല്ലാം തന്നെ നല്ല കോമ്പിനേഷൻസ് ആണ്. റെഡും വൈറ്റും യെല്ലോ പോട്ട്സൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെച്ചത് കാരണം നല്ല ആ ഗ്രീൻ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ആ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ വളരെ കുഞ്ഞ് സ്പേസ് ആണ് കേട്ടോ. അതായത് ഏകദേശം 3 അടി വിഡ്ത്തും 4.5 അടിയാണ് ലെങ്ത്തും ഇതിൻ്റെത് ഇരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഇത്രയധികം പ്ലാന്റ്സ് വെച്ചിട്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ കണ്ടില്ല, ഒരു 3-4 തട്ടായിട്ട് അതിലൊക്കെ ചെടികൾ നല്ല നീറ്റായിട്ട് ഒരുപാട് കുത്തി നിറച്ച് വെക്കാതെ അത്യാവശ്യം എല്ലാം കാണുന്ന രീതിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. തന്നെ നല്ല മൺചട്ടികൾ ഹാങ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദീദി ഈ നാട്ടിലേക്കൊക്കെ വരുമ്പം കുറച്ച് ചെടികൾക്കൊക്കെ ഒരു പ്രശ്നം വരും. എന്താ വെച്ചാൽ നനേൻ്റെ ഒക്കെ പ്രശ്നം വരും. പിന്നെ ആദ്യമൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടം പോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 8 years ആയി ഇവിടെ. പക്ഷേ അപ്പോഴൊക്കെ ചെടിയൊക്കെ കേടാന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വെയിലാണ് ഈ ഒരു ഏരിയയിലേക്ക് കിട്ടുക. അപ്പം അങ്ങനെ മനസ്സിലായി പിന്നെ ഇവിടെ അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പിന്നെ ഫുള്ളി ഇങ്ങനെ ലീഫ് ഗ്രീൻ ആക്കിയിട്ട് പിന്നെ മാറ്റി തുടങ്ങിയത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൊറോണ ടൈം, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മൾ ഒരുപാട് പല സ്ഥലങ്ങളും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സ്പേസസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു മണി പ്ലാന്റ് മാത്രം മതി ശരിക്കും. അവിടെ ഇവിടെയൊക്കെ ഹാങ് ചെയ്ത ഗ്രീനറി കാണാൻ തന്നെ ശരിക്കും മനോഹരമാണ് അല്ലേ. ഇപ്പോൾ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ്. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞത്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമുക്ക് എന്തായാലും നമ്മളെ വീട്ടിലെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ട്, അതായത് നമുക്ക് ആ ഒരു ഏരിയ കണ്ടുപിടിക്കുക ഏത് ഏരിയ ആണോ വേണ്ടത്, എന്നിട്ട് അവിടെ ആ ഒരു പ്ലാന്റ് മാച്ച് ആവുമോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിങ്ങിൽ അത് സ്യൂട്ട് ആവുമോ എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് നമ്മളത് പ്ലേസ് ചെയ്യുക. അതുതന്നെ മതി ശരിക്കും നമ്മളെ വീട് അലങ്കരിക്കാൻ. ഇതിനു വേണ്ടിയിട്ട് പുതിയ പ്ലാന്റ്സ് ശരിക്കും വാങ്ങിക്കണം എന്നൊന്നുമില്ല. നമ്മളെ വീട്ടിൽ മുറ്റത്ത് തന്നെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാകും. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് വീടിൻ്റെ അകത്ത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റ്സ് അതിൽ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിങ്ങിന് അത് സ്യൂട്ട് ആവുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ വാളിൻ്റെ മേലെ കണ്ട ആ പെയിൻറ്റിങ്സ്, ആ ഡെക്കറേറ്റീവ് ഐഡിയാസ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്ലേസ്മെൻറ്റിലാണ് കാര്യം കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലും കോർട്ട്യാർഡ് ഉണ്ട്. ഞാൻ കുറേ മുമ്പേ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയും ശ്രദ്ധിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ എഗ്ലോണിമ ചെടികളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് വെച്ചപ്പോൾ എഗ്ലോണിമാസൊക്കെ നന്നായിട്ട് തൈകൾ വന്നിട്ടുണ്ട്. ഉള്ളിൽ ഒരുപാട് തൈകളൊന്നും അങ്ങനെ വരില്ല. നമുക്ക് അങ്ങനെ ഒറ്റ തൈയായിട്ട് നിർത്തിയാൽ മതിയെങ്കിൽ അതങ്ങനെ മതി കേട്ടോ. ഒരുപാടായിരുന്ന തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ഒരുപാട് തൈകളും നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പം ആളിതാ മിററിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ദീദിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വാഷ് ബേസിൻ ഏരിയേൻ്റെ അവിടെ വരെ 2-3 പ്ലാന്റ്സ് സൈഡിലായിട്ടും ഹാങ് ചെയ്തും വെച്ചിരിക്കുന്നത്. അതന്നെ ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് തന്നെയാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, പച്ചക്കറികൾ ഇഷ്ടം പോലെ ചെയ്തിരുന്നു. ഇപ്പം കുറവാണ്, പച്ചക്കറികൾ ഇപ്പം അധികം ഇല്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് മാത്രമേ കയ്യിലുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഞാൻ ഇടാം. അപ്പം ദീദിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്കിങ്ങനെ ഒരു വീഡിയോ അയച്ചു തന്നത്. ശരിക്കും ഞാൻ വിചാരിച്ചത് അവിടെ പോയിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ടൈമൊക്കെ ഇങ്ങനെ പോകില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ആ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നെ എന്തായാലും ചെയ്യാം ഞാൻ അവിടെ പോയിട്ട്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു കുഞ്ഞ് ഡെക്കറേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അറേഞ്ച്മെൻറ്റ് ഐഡിയ നമ്മൾ ചെറിയൊരു സ്പേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. പ്രത്യേകിച്ചും ഈ ഒരു ഗ്രീൻ കാണും. അപ്പോൾ എല്ലാവരും ചെടികൾ നന്നായിട്ട് നട്ട് നനച്ച് വളർത്തുക കേട്ടോ. ഇതപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ടെറസിൻ്റെ മേലെ ചെയ്തിട്ടുള്ള വെജിറ്റബിൾ ഗാർഡൻ്റെ കുറച്ച് പിക്സാണ്. ഇതാ കിത്തുട്ടെന്നാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വല്യമ്മേനെ കാണാൻ പറ്റും. ഇതാ വേറൊരു ചേച്ചി കൂടിയുണ്ട്, ടിൻഡി ചേച്ചിയുടെ മകളാണ് അദ്ദിക്കുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വിശേഷങ്ങൾ. ഇത്രയധികം പച്ചക്കറികൾ നട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൗതുകം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും സേഫായിട്ടും നമ്മുടെ വീടുകളിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.